ഫസ്റ്റ് ഗിയറിലാകുമ്പോൾ നമ്മൾ പതിയെ എടുക്കുന്നു, അതിനേക്കാട്ടിലും സ്വല്പം കൂടെ സ്പീഡിൽ മാത്രം സെക്കൻഡ് ഗിയർ എടുക്കുന്നുള്ളൂ. പിന്നെ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ ഓരോ ഗിയറിന് ക്ലച്ച് കാലുകൾ എടുക്കുന്നത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നാണമൊന്നും വിചാരിക്കേണ്ട. പലരും ഞാനിത് ചോദിച്ചാൽ കളിയാക്കുമോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. പലരും വന്ന് പല കമന്റുകളൊക്കെ ഇടാറുണ്ട്. ഞാനതൊന്നും ഈ ആവശ്യമില്ലാത്ത കമന്റുകളൊന്നും നോക്കി ഞാൻ അതിന് റീപ്ലൈ കൊടുക്കാറില്ല. കാരണം ഒരു പണിയില്ലാത്ത പലർക്കും പല പല കമന്റുകൾ ഇടാം, പല പല മെയിൽ ഐ ഡി ഉണ്ടാക്കി പലരും. പിന്നെ സംശയമുള്ളവർക്ക് ഞാൻ അതിന് റീപ്ലൈ കൊടുക്കുക. അതുമല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ അത് വീഡിയോ രൂപത്തിൽ ചെയ്തും കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ട്, ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാനത് സമയം പോലെ വീഡിയോ ചെയ്ത് കാണിച്ചത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടക്കക്കാർക്ക്, അതായത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഗിയർ, സ്റ്റിയറിംഗ് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം, എങ്ങനെയൊക്കെയാണ് കൈയും കാലും വെച്ച് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ്. ഇത് ഇച്ചിരി ലെങ്തി ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കട്ട് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് ഇതിനെ പറ്റി മനസ്സിലാകത്തില്ല. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്ന് ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ കൈ കൊണ്ടും, നമുക്ക് കൈയും കാലും കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്, ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്ന് നിങ്ങൾ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പേടി കൂടാതെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ഗിയറും സ്റ്റിയറിംഗും പേടി കൂടാതെ തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഫോളോ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്താൽ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്ക് സ്റ്റിയറിംഗും ഗിയറും ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും എങ്ങനെയാണ് നമ്മൾ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിൽ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് കൈയും കാലും വെക്കേണ്ടതെന്ന് ആദ്യം കാണിച്ചു തരാം. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സ്റ്റിയറിംഗിൽ നമ്മൾ പിടിക്കുന്ന ഒരു അളവൊന്നുമില്ല. പലരും പറയാറുണ്ട് 9.25 പിടിക്കണം, അതേപോലെ തന്നെ 10 പിടിക്കണം, 8:20 പിടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ 10 പിടിച്ചോണ്ടിരുന്നാൽ നമുക്ക് ഇതിൽ കൂടുതൽ തിരിക്കാനോ പറ്റില്ല. അപ്പൊ ഇതേപോലുള്ള ഒരു റോഡ് അല്ലായിരിക്കും നമുക്ക് പലയിടത്തും, കാരണം ഒരുപാട് തിരിക്കാനുണ്ട്. കാരണം സ്റ്റിയറിംഗിനെ പറ്റി നമുക്ക് തന്നെ അറിയാം. ഇത് കണ്ടില്ലേ, ഇനി അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും തിരിക്കാൻ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ 9.25 അല്ലെ 10 പിടിച്ചാൽ നമുക്ക് ഇത്രയും മാത്രം അല്ലാതെ നമുക്ക് തിരിക്കാൻ സാധിക്കുകയല്ല. അപ്പൊ ഇതിൽ കൂടുതൽ വളവ് വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്കിത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഒരു അളവിൽ പിടിച്ചാൽ നമുക്ക് അതിനകത്തില് വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് രണ്ട് കൈ കൊണ്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് നമ്മൾ ഒരു കാരണവശാലും അകത്തൂടിട്ട് പിടിക്കാതെ പുറത്തൂടിട്ട് നിങ്ങൾ രണ്ട് കൈയും ഉപയോഗിച്ച് വേണം ഇത് സ്റ്റിയറിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ വേണമെന്നേ ഉള്ളൂ. നമുക്ക് ഇത് കണ്ടില്ല, തിരിക്കുന്ന സമയത്തൊക്കെ താണ്ട ഇങ്ങനെയാണ് നമ്മൾ തിരിക്കുന്നത്, കേട്ടോ. അപ്പൊ എടുത്തെടുത്തൊക്കെ നമ്മൾ തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പലർക്കും പല പല ബാലൻസുകളാണ് സ്റ്റിയറിംഗിൽ. അപ്പൊ ചെയ്ത് വരുമ്പോൾ ഓരോ രീതിയിലും സ്റ്റൈലിലുമായി പോകും. അപ്പൊ രണ്ട് കൈയും വെച്ച് നമ്മൾ സ്റ്റിയറിംഗിനെ തിരിക്കാൻ പഠിക്കുക. അപ്പൊ നമുക്ക് ആ സ്റ്റിയറിംഗുമായിട്ടുള്ള ബന്ധം കിട്ടില്ല. നമ്മൾ ഒരു അളവ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കേണ്ട സ്ഥാനത്ത് വരുമ്പോഴോ നമുക്ക് ഇതിനെ കൈ എടുത്ത് മാറ്റി കൊണ്ടുപോകാൻ നമുക്ക് പേടി ഉണ്ടാകും. അപ്പൊ അത് നമുക്ക് ബാലൻസ് ആകണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്രൗണ്ട് ഇത് കണ്ടില്ലേ, ഇതേ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ തിരിക്കുന്ന സമയത്ത് വരുമോ ഇല്ലെന്ന് അറിയത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഗിയറിന്റെ കാര്യം, നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ അതിലേക്ക് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. അപ്പൊ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഗിയറും ഇടാൻ പഠിക്കുക. നിങ്ങളെ വാഹനത്തിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഗിയറിന്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഫസ്റ്റ് എവിടെ, സെക്കൻഡ് എവിടെ, തേർഡ് എവിടെ, ഫോർത്ത് എവിടെ, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടില്ലേ, ഇതുപോലെ ഇപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അത് റിവേഴ്സ്. അപ്പൊ നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഗിയർ ഇടാൻ. അല്ലാതെ പലരും എന്ത് ചെയ്യും, ഇതിലേക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടാതെ. അപ്പൊ ഗിയറിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടതെന്ന് ആദ്യം ഞാൻ പറയാം. നിങ്ങൾ ഒരു കാരണത്തിന് ഇങ്ങനെ മലത്തി പിടിക്കുവോ അല്ലാതെ ഇങ്ങനെ പിടിക്കുവോ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഗിയറെ പിടിക്കണം നമ്മൾ മുകളിൽ ഇതല്ലേ തൊപ്പി പോലെ ഇങ്ങനെ ഇരുന്നാൽ മതി. നമ്മൾ ചെയ്യുന്നത് മൊത്തം നാണ്ടി തള്ളവരലും കൊണ്ടാണ്, കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നതെല്ലാം നടിതണ്ടല്ലേ, നാണ്ടി സൈഡിലോട്ട് ചേർന്ന് ഇങ്ങനെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മലത്തി പിടിക്കൊന്നും വേണ്ട, നമ്മൾ മുകളിൽ ഇങ്ങനെ കൈ വെച്ചോട്ട് തന്നെ നിങ്ങൾ ബലം കൊടുക്കണ്ട. മുകളിൽ പൊത്തി പിടിക്കുന്ന വെള്ളം നിങ്ങൾ ബലം കൊടുക്കണ്ട. നമ്മൾ മുകളിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കുക. ഫസ്റ്റ് നേരെ നോക്കിക്കൊണ്ട് ഇതുണ്ടല്ലേ, നേരെ നോക്കിക്കൊണ്ട് തന്നെ ഫസ്റ്റ് ഇടുക. അതേപോലെ തന്നെ സെക്കൻഡ് നമ്മൾ ആ സൈഡ് തന്നെ ചേർത്തിട്ടു. അതുപോലെ തേർഡ് എവിടെ കിടക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക.
ആദ്യം നിങ്ങൾ ഗിയറിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നേരെ നോക്കുമ്പോൾ നിങ്ങൾ ഇടാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അല്ല നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ഗിയർ ഇട്ട് ഇങ്ങനെ പഠിക്കണം എന്നില്ല. നമ്മുടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് നമ്മളെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയും കാലും കൊണ്ട് ചെയ്യേണ്ട കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ മുകളിലൂടെ കൈ കറക്റ്റായിട്ട് കൊണ്ടുപോയി നോക്കണം. കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങനെയാണ് ഗിയർ ഇടേണ്ടത്. അപ്പൊ വണ്ടി ഓടിക്കുമ്പോഴേ കിട്ടണം. അപ്പൊ ഞാൻ ഇങ്ങനെ നിട്ട് നോക്കിയാലേ എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ നിങ്ങൾ ഓരോ ഗിയർ ഇട്ട് നോക്കുക. അതിനുശേഷം നമുക്ക് ക്ലച്ചും ബ്രേക്കും ആസോട്ട് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കും. ഞാൻ പറയും, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല ഏതാണെന്ന് കരുതണ്ട. കാരണം ഇപ്പോഴും എന്റെ ജില്ല ഏതാണെന്ന് അറിയാൻ വേണ്ടി പലരും വിളിക്കും. ഞാൻ അവരെ കളിയാക്കിയതല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. സ്വാഭാവികമായിട്ട് അവർക്ക് അറിയണമെന്ന് താല്പര്യം തോന്നും. പക്ഷെ ഇതിന്നിടത്താണോ, അപ്പൊ അത്രയും ദൂരമുണ്ടോ, ഇതൊക്കെ പറയാതിരിക്കാണ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്റെ ജില്ല ഏതാണ് കരുതണ്ട. നിങ്ങളുടെ സ്വന്തം വാഹനം, നിങ്ങളുടെ ജില്ല എവിടെയായിരുന്നാലും, നിങ്ങൾ ഏത് ദേശത്തായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതാണല്ലേ ആക്സിലറേറ്ററും ബ്രേക്കും ക്ലച്ചും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബ്രേക്കും ആക്സിലറേറ്ററും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല ഇങ്ങനെ ഈ ഒരു രീതിയിൽ. അപ്പൊ നമുക്ക് ബ്രേക്കും ആക്സിലറേറ്ററും രണ്ടും ഒരേ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഒന്നായിരിക്കണം നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ബ്രേക്കിന്റെ ആവശ്യമുള്ള ആക്സിലറേറ്ററിന്റെ ആവശ്യമില്ല, ആക്സിലറേറ്ററിന്റെ ആവശ്യമുള്ള ബ്രേക്കിന്റെ ആവശ്യം ഇല്ല. നമ്മളിപ്പോ ആക്സിലറേറ്ററിൽ നിന്ന് കാല് മാറ്റുന്നത് എന്തിനായിരിക്കും? ഒന്നി സ്ലോ ചെയ്യാനോ നിർത്താനോ വേണ്ടിയിട്ടായിരിക്കും. ആ സമയത്ത് മാത്രമേ നമുക്ക് ബ്രേക്കിന്റെ ആവശ്യമുള്ളൂ. അതേപോലെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്ന കാലം നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ താത്ത് വെക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ വെച്ചോണ്ട് ഇതിന്റെ മുകളിൽ തന്നെ ഇരിക്കരുത്. കാരണം നമുക്ക് ആക്സിലറേറ്ററിൽ നിന്ന് മാറിയ സമയത്ത് നമുക്ക് ചിലപ്പോൾ ചെറിയൊരു സ്ലോപ്പ് കയറ്റമായിരിക്കും. ആ സ്ലോപ്പ് കയറ്റത്തിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ക്ലച്ചിന്ന് കാലെടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ബ്രേക്കിൽ നിന്ന് മാറി ആ സമയത്ത് നമുക്ക് സ്വല്പം ആക്സിലറേറ്റർ കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ, കയറേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ മുകളിൽ തന്നെ വെച്ചോണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ആ ക്ലച്ചിന്റെ ആ മൂവ്മെന്റ്സ് നിൽക്കുന്ന സമയത്ത് കയറ്റാൻ നമുക്ക് ആക്സിലറേറ്റർ താങ്ങി കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാലുകൾ അങ്ങോട്ട് പോകത്തില്ല, ആക്സിലറേറ്റർ പോകത്തില്ല. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്ത് മാറുന്ന കാല് ആക്സിലറേറ്ററിന്റെ മുകളിൽ ഇരിക്കണം. നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്താലും ഇല്ലെങ്കിലും പിന്നെ നമുക്ക് ആക്സിലറേറ്ററിന്റെ ആവശ്യം വരാത്ത എന്തിനാ ഇല്ലാത്ത സ്പീഡിൽ പോകാനാണ് നമുക്ക് ആക്സിലറേറ്റർ ഉള്ളത്. അല്ല നമുക്ക് ആക്സിലറേറ്ററിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ സാധനം സ്പീഡിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ സ്പീഡില്ല, നമുക്കവിടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. അത് ഒന്ന് ചിലപ്പോൾ സ്ലോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും, അല്ല പിന്നെ നിർത്തേണ്ട ആവശ്യം ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വരിക. അല്ല നമുക്ക് ബ്രേക്കിന്റെ ആവശ്യം മാറിക്കഴിഞ്ഞാലോ നമുക്ക് ആവശ്യം എന്താ, പിന്നെ ആക്സിഡന്റ് ബ്രേക്ക് ഒന്ന് മാറിയിട്ട് ക്ലച്ച് എടുത്തിട്ട് വണ്ടി പോകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആക്സിഡന്റ് ആവശ്യം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ബ്രേക്ക് ഒന്ന് മാറുന്ന ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്സിഡന്റിന് മുകളിൽ ഇരിക്കുക. ഇതാണ് ഈ ഒരു രീതി വേണം നിങ്ങൾ ആക്സിലറേറ്ററും ബ്രേക്കും ഉപയോഗിക്കാൻ വേണ്ടി. ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരുപാട് കയറ്റി വെച്ച് നിങ്ങൾ ചവിട്ടരുത്. അതുപോലെ തന്നെ നിങ്ങൾ വിരലിലും ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. കണ്ട ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണാൻ 90% ആൾക്കാർക്കും ഭയങ്കര കട്ടിയായിട്ടൊക്കെ തോന്നാനുള്ള കാരണം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാണ്. അപ്പൊ നമ്മൾ ക്ലച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്ത് പെട്ടെന്ന് വലിക്കാൻ ഇങ്ങനെ നിൽക്കരുത്. പതിയെ വേണം. നമ്മൾ മുമ്പോട്ട് ഓരോ ഗിയർ നമ്മൾ ഇട്ടിട്ട് വരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിലാകുമ്പോൾ നമ്മൾ പതിയെ എടുക്കുന്നു. അതിനേക്കാട്ടിലും സ്വല്പം കൂടെ സ്പീഡിൽ മാത്രം സെക്കൻഡ് ഗിയർ എടുക്കുന്നുള്ളൂ. പിന്നെ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ ഓരോ ഗിയറിന് ക്ലച്ചിന് കാലുകൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾ ഒരുപാട് കയറിയും പോകണ്ട, വിരലും കൂടെ കൊടുക്കണ്ട. അതുകൊണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ മാത്രം നമുക്ക് സ്മൂത്ത് ആയിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വാഹനം ഓടിക്കുമ്പോഴും നമുക്കൊരു വാഹനം സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിലും, സ്ലോയിൽ ഇറങ്ങണമെങ്കിലും, ഒരു കാർ പാർക്ക് ചെയ്യണമെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് ബ്ലോക്കുകളിലും, അതുപോലെ തന്നെ വീടിന്റെ മുറ്റത്തൊന്നും കാർ പോർച്ചിൽ നിന്നൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കൃത്യമായിട്ട് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു തന്നതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നാണമൊന്നും വിചാരിക്കേണ്ട. പലരും ഞാനിത് ചോദിച്ചാൽ കളിയാക്കുമോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. പലരും വന്ന് പല കമന്റുകളൊക്കെ ഇടാറുണ്ട്. ഞാനതൊന്നും ഈ ആവശ്യമില്ലാത്ത കമന്റുകളൊന്നും നോക്കി ഞാൻ അതിന് റീപ്ലൈ കൊടുക്കാറില്ല. കാരണം ഒരു പണിയില്ലാത്ത പലർക്കും പല കമന്റുകൾ ഇടാം, പല മെയിൽ ഐ ഡി ഉണ്ടാക്കി പലരും. പിന്നെ സംശയമുള്ളവർക്ക് ഞാൻ അതിന് റീപ്ലൈ കൊടുക്കുക. അതുമല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ അത് വീഡിയോ രൂപത്തിൽ ചെയ്തും
കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ താഴെ വന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാനത് സമയം പോലെ വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.